ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഡേ 5 വ്ളോഗാണ്. അപ്പോൾ നമ്മൾ രാവിലെ വിചാരിച്ച് കുട്ടിക്കാനം വരെ പോകാം. ഞാൻ അങ്ങനെ നേരെ അച്ഛനെയൊക്കെ വിളിച്ചു. ഞങ്ങൾ നേരെ ഇറങ്ങി. കുറച്ച് താമസിച്ചായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. 10-11 മണിയായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ക്ലൈമറ്റ് അവിടെ കാണാനും ഉണ്ടായിരുന്നു. അത്യാവശ്യം വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ക്ലൈമറ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പരുന്തുംപാറയിലായിരുന്നു. അവിടെ വന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ നേരെ പോയത് അമ്മച്ചിക്കൊട്ടാരത്തിലായിരുന്നു. അമ്മച്ചിക്കൊട്ടാരത്തിൽ ചെന്നപ്പോൾ തന്നെ അവിടെ ആരെയും കാണാനൊന്നും ഇല്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് കയറാനുള്ള വഴിയൊക്കെ ഞാനും വെച്ചും കൂടി കൊട്ടാരത്തിൻ്റെ പുറകെ കൂടെ എല്ലാം നടന്നു. അങ്ങനെ നമ്മൾ പോയ വഴി അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളാണ് കണ്ടത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു പേടിയൊക്കെ വരും. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഒരു അപ്പൂപ്പനെ കണ്ടു. ഞങ്ങളെ അകത്ത് കയറ്റി കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഞങ്ങളെ അകത്തൊക്കെ കയറ്റി. 60 വർഷമായിട്ട് അപ്പൂപ്പൻ ഇതിൽ തന്നെ താമസിക്കുന്നത് നമ്മളോട് പറഞ്ഞു. അതിൻ്റെ അകം ഫുള്ള് കാടൊക്കെ കയറി. അങ്ങനെ നമുക്കൊരു പൊളിഞ്ഞ ശവപ്പെട്ടിയൊക്കെ അവിടെ കണ്ടു. അവിടുത്തെ റൂമിൽ കയറിയപ്പോൾ നമ്മൾ ഇതാണ് ഭിത്തി കണ്ടത്. ഇത് സിനിമയ്ക്ക് സെറ്റ് ഇട്ടാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പോയ അടുത്ത റൂമിലായിരുന്നു. ആ റൂമിൽ ചെന്നപ്പോൾ നമ്മളോട് പറഞ്ഞ അമ്മ മഹാറാണിയുടെ നേരത്തെ റൂമാണെന്നാണ്. പിന്നെ കുറേ റൂമൊക്കെ പൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു റൂമിലാണെങ്കിൽ പഴയ സാധനങ്ങളൊക്കെയാണ്, അത് പൂട്ടിയിട്ടേക്കാണ്. നമ്മൾ അടുത്ത റൂമിൽ കൊണ്ട് ഇത് തോഴിമാരുടെ റൂമാണെന്ന് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ അപ്പച്ചനോട് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മൾ അങ്ങോട്ട് പോയ വഴി. പിന്നെ നമ്മൾ വന്നത് പാഞ്ചാലിമേലായിരുന്നു. അമ്പേരെ ടിക്കറ്റൊക്കെ എടുത്ത്. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അത്യാവശ്യം തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. താഴെ പിന്നെ എന്തോ ഒരു ആനയുടെ പ്രതിമയൊക്കെയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് താപ്പോട്ട് ഇറങ്ങി പോയി. അവിടെ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കുറേ മഴയൊക്കെ ചാറാൻ തുടങ്ങി. അപ്പോഴത്തേക്കും സമയം ഒരു 2:30-3 മണിയൊക്കെ ആയിരുന്നു. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോയ വഴി പിന്നെ നമ്മൾ ചായക്കടയിൽ കയറി ചായ കുടിച്ചു. അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിൽ പോകണം. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ പറഞ്ഞ മീനില്ല. ഞാനും അച്ഛനും കണ്ടുകൊണ്ട് നേരെ മീൻകട തപ്പിയൊക്കെ ഇറങ്ങി. കുറേ നേരത്തെ അന്വേഷണത്തിന് ശേഷം നമുക്കൊരു മീൻകട കിട്ടി. അപ്പോൾ നമ്മളൊരു മീനൊക്കെ മേടിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.